പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ദ ടോയ്ലറ്റ്, ഈ ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആഫ്രിക്കൻ റൈറ്റർ സിന മെലോഫിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു എക്സെപ്റ്റ്, ഒരു ചെറുഭാഗമാണ് ദ ടോയ്ലറ്റ് എന്ന ടൈറ്റിലിൽ ഒരു സ്റ്റോറി പോലെ ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണ് ഈ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ സന്ദേശം, തീം എന്നതിലേക്ക് സൂചന നൽകുന്ന കൽപ്പന ചൗളയുടെ വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. The path from dreams to success does exist. You only need the vision to find it, the courage to get on to it, and the perseverance to follow it. സ്വപ്നങ്ങളിൽ നിന്നും വിജയത്തിലേക്കുള്ള ഒരു പാത തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. ആ പാത കണ്ടെത്താനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുക എന്നുള്ളതും അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനുള്ള മനോധൈര്യവും അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള സ്ഥിരോത്സാഹവും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കൽപ്പന ചൗള പറയുന്നു. Drawing inspiration from Gandhiji's selfless dedication, let's now move on to the troubled journey of a young girl who strives hard to build a career. ഗാന്ധിജിയുടെ നിസ്വാർത്ഥമായ സേവനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ആ കഥകൾ വായിച്ചതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിനി ഒരു പെൺകുട്ടിയുടെ ധീരമായ പോരാട്ടത്തിൻ്റെ കഥ വായിക്കാം. തൻ്റെ ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള, തനിക്കൊരു കരിയർ ഉണ്ടാക്കുന്നതിന് അവർ നേരിട്ട പ്രയാസങ്ങൾ. burdened by the weight of social inequality and the pain of enforced isolation. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വവും നിർബന്ധമായ വേദന ജനിപ്പിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒറ്റപ്പെടുത്തലും, ഇതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആ പെൺകുട്ടി പോരാട്ടം നടത്തിയത്. Read this excerpt from the memoir of the South African writer Sina Melof for valuable insights on power of perseverance and personal initiative. ജീവിത വിജയം കൈവരിക്കുന്നതിനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും അതിനുവേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടലും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ലെസണാണ് ദ ടോയ്ലറ്റ്. സിന മെലോഫിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നും എടുത്ത ഒരു എക്സെപ്റ്റ്. ആരാണ് സിന മെലോഫ് എന്ന റൈറ്റർ? നമുക്കത് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ. സിന മെലോഫ് ഈസ് എ സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലർ, റൈറ്റർ, പ്ലേറൈറ്റ് ആൻഡ് ആക്ട്രസ്. സ്റ്റോറി റൈറ്റർ, പ്ലേറൈറ്റ്, നാടകരചയിതാവ്, ആൻഡ് ആക്ട്രസ്, നടി, ഈ മേഖലകളിലൊക്കെ പ്രസിദ്ധയാണ്. ഷി വർക്ക് ആസ് എ ന്യൂസ് റീഡർ അറ്റ് ദ പ്രസ് ട്രസ്റ്റ് ആൻഡ് BBC റേഡിയോ. പ്രസ് ട്രസ്റ്റിലും BBC റേഡിയോയിലും ന്യൂസ് റീഡറായി അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഷീ ടെൽസ് ദ സ്റ്റോറീസ് ഇൻ 4 ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ലാംഗ്വേജസ്: ഇംഗ്ലീഷ്, ആഫ്രിക്കാൻസ്, സുലു ആൻഡ് കോസ, ആൻഡ് ഓൾസോ ഹെൽപ്സ് മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു റീഡ്. ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന 4ഓളം ഭാഷകളിൽ അവർ തൻ്റെ കഥകൾ പറയുന്നു. ഇംഗ്ലീഷ്, ആഫ്രിക്കാൻസ്, സുലു ആൻഡ് കോസ തുടങ്ങിയ ട്രൈബൽ ലാംഗ്വേജിൽ ഉൾപ്പെടെ. മാത്രമല്ല, കുട്ടികൾക്ക് വായനയിലേക്ക് മോട്ടിവേഷൻ നൽകുന്ന പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെടുന്നു. മച്ച് ഓഫ് ഹർ വർക്ക് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്വാഹിലി ആൻഡ് ജാപ്പനീസ്. ഇത്തരം ഭാഷകളിലേക്കൊക്കെ അവരുടെ രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. In 2016, she was listed as one of BBC's 100 women. BBCയുടെ 100 സ്ത്രീകൾ എന്ന ലിസ്റ്റിൽ ഇവരും 2016 ഉൾപ്പെട്ടു. From 2019, Melof's birthday, 24th October, is recognized as National Storytelling Day in South Africa. 2019 മുതൽ സൗത്ത് ആഫ്രിക്കയിൽ ഇവരുടെ ജന്മദിനമായ 24th ഒക്ടോബർ നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഡേ ആയി ആചരിച്ചു വരുന്നു. ഷി ഹാസ് ബീൻ അവാർഡഡ് ഓണററി ഡോക്ടറേറ്റ് ഫ്രം 7 യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദ വേൾഡ്. ലോകത്താകമാനമുള്ള 7 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ്സ് ഇവർക്ക് അവാർഡായി ലഭിച്ചിട്ടുണ്ട്. ദ തീം ആൻഡ് മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറി അഥവാ ലെസൺ നൽകുന്ന സന്ദേശം, ലെസൻ്റെ ആശയം. The theme of the story is about self-discovery, recognizing one's abilities and limitations, and understanding one's passions and preferences.
ഓരോ വ്യക്തിയുടെയും അഭിരുചികളും മുൻഗണനകളും മനസ്സിലാക്കിക്കൊണ്ടും ഓരോരുത്തരുടെയും കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞുകൊണ്ടും ഓരോരുത്തരും സ്വയം സെൽഫ് ഡിസ്കവറി തിരിച്ചറിയുക, സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റോറിയുടെ ആശയം. ദ പ്രൊട്ടാഗണിസ്റ്റ് സ്ട്രഗിൾസ് ഹൈലൈറ്റ് ദ മെൻ്റൽ കോൺഫ്ലിക്റ്റ് വൺ ഫേസസ്. ഒരാൾ ജീവിതത്തിൽ നേരിടുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റ്, മാനസികമായ സംഘർഷങ്ങൾ, അതുതന്നെയാണ് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ സ്ട്രഗിൾസ്, കഥയിലെ സെൻട്രൽ ക്യാരക്ടർ നടത്തുന്ന പോരാട്ടങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈറ്റിംഗ് സ്പിരിറ്റ് നീഡഡ് ടു അച്ചീവ് സക്സസ്. ജീവിതത്തിൽ വിജയം വരിക്കാൻ ഓരോരുത്തർക്കും ഫൈറ്റിംഗ് സ്പിരിറ്റ്, പോരാട്ട വീര്യം ആവശ്യമാണ് എന്നതും ഈ കഥ എടുത്തു പറയുന്നു. The story conveys the importance of striving to realize one's dreams without compromising passion despite facing obstacles and isolation. ഒറ്റപ്പെടലുകളോ തടസ്സങ്ങളോ നേരിട്ടാൽ പോലും വിതൗട്ട് കോംപ്രമൈസിങ് പാഷൻ, നമ്മുടെ അഭിരുചിയും അഭിലാഷവും ബലികഴിക്കാതെ, അത് മാറ്റി നിർത്താതെ സ്ട്രൈവിങ്, കഠിനമായി പ്രയത്നിക്കുക, അതുവഴി റിയലൈസ് ഓൺസ് ഡ്രീംസ്, ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, അതിൻ്റെ പ്രാധാന്യവും ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നു. Now, let's go through the lesson, the toilet. Sometimes I wanted to give up and be a good girl who listened to her elders. മുതിർന്നവരുടെ ഉപദേശങ്ങളും വാക്കുകളും കേൾക്കുന്ന ഒരു നല്ല കുട്ടിയാകണം. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഒഴിവാക്കി അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്ന ഒരു നല്ല കുട്ടിയായി മാറണം എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും. ഗിവ് അപ്പ്, അബാൻഡൻ ഓർ yield, ഒഴിവാക്കുക, വഴങ്ങുക എന്നൊക്കെ അർത്ഥം. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ്. മറ്റു ചിലപ്പോൾ എനിക്ക് തോന്നും, ഞാൻ ടീച്ചിങ് എൻ്റെ പ്രൊഫഷനായി തിരഞ്ഞെടുത്താലോ, അതല്ലെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്ന പോലെ നഴ്സിംഗ് മേഖലയിലേക്ക് പോയാലോ എന്നൊക്കെ തോന്നും. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് were respectable. പൊതുവെ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം, ഒരു ധാരണ, ഈ പ്രൊഫഷൻ വളരെ റെസ്പെക്റ്റബിളാണ്, വളരെ ബഹുമാനം കിട്ടുന്ന, ആദരവുറ്റ, നോബിളായ പ്രൊഫഷനാണ് ടീച്ചിങ് ആൻഡ് നഴ്സിംഗ് എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. ബട്ട് ഐ knew I wanted to do something different. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഈ പ്രൊഫഷനോട് എനിക്ക് എതിർപ്പുണ്ടായിട്ടില്ല, അത് നോബിളാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. എന്നിരുന്നാലും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ആകണ്ടല്ലോ, ഒന്ന് മാറി ചിന്തിക്കാം, മറ്റൊരു മേഖല ഞാൻ തിരഞ്ഞെടുത്താലോ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്. പക്ഷേ എന്ത് മേഖല ഞാൻ തിരഞ്ഞെടുക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. അഭിനയത്തെക്കുറിച്ച് ഞാൻ ധാരാളം ആലോചിച്ചു. ആ മേഖല തിരഞ്ഞെടുത്താലോ എന്ന് ചിന്തിച്ചു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. എൻ്റെ ആഗ്രഹം കേൾക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും, എന്നെ പഠിപ്പിച്ചത്, അതിനുവേണ്ടി ചിലവാക്കിയത് വേസ്റ്റായിപ്പോയി, ആ പണം നഷ്ടമായി എന്ന്. കാരണം ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് അക്വയർഡ്. ഞാൻ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവ്, അതെന്ത് ചെയ്യണം, അതുകൊണ്ട് എന്ത് മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ള അറിവെനിക്കില്ല. ഞാൻ പഠിച്ചത് പ്രവർത്തിപ്പിക്കാനുള്ള അറിവെനിക്കില്ല, പ്രാവർത്തികമാക്കാനുള്ള അറിവില്ല എന്ന് അമ്മ എപ്പോഴും കുറ്റം പറയും. പഠിപ്പിച്ചത് വെറുതെയായി എന്നുള്ള ഒരു കുറ്റാരോപണം. ഐ ഹാഡ് കം ടു ജോഹാനസ്ബർഗ് ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ്. ഞാൻ ഡിസംബറിലെ എൻ്റെ ഹോളിഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോഹാനസ്ബർഗ് പട്ടണത്തിലേക്ക് വന്നത്. ആഫ്റ്റർ റൈറ്റിംഗ് മൈ മാട്രിക് എക്സാംസ്. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ സ്കൂൾ ഫൈനൽ എക്സാം, അതാണ് മാട്രിക് എക്സാംസ്. സ്കൂൾ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞ് പരീക്ഷ എഴുതി ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടണത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ. പിന്നീട് ഞാൻ അവിടെ തന്നെ ജീവിതം തുടർന്നു. ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു. എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാൻ, കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. My eldest sister worked in Orange Grove as a domestic worker. ജോഹാനസ്ബർഗ് പട്ടണത്തോട് ചേർന്നുള്ള മറ്റൊരു പ്രദേശമാണ്, ഒരു പ്രാന്തപ്രദേശമാണ് ഓറഞ്ച് ഗ്രോവ്. അവിടെ ആ പ്രദേശത്ത് ഒരു ഡൊമസ്റ്റിക് വർക്കറായിട്ട്, ഒരു വീട്ടുവേലക്കാരി, സെർവൻ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ മുതിർന്ന സഹോദരി. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹർ ഇൻ എ ബാക്ക് റൂം. വീട്ടിൽ വേലക്കാരികൾക്ക് നൽകിയിരുന്ന
പുറകുവശത്തുള്ള ഒരു മുറിയായിരുന്നു സഹോദരിക്ക് ഉണ്ടായിരുന്നത്. ആ റൂമിൽ സഹോദരിയോടൊപ്പം ഞാനും അവിടെ താമസമാക്കി. I didn't know anybody in Johannesburg except my sister's friends, whom we went to church with. എനിക്ക് ജോഹാനസ്ബർഗിൽ ആരെയും പരിചയമുണ്ടായിരുന്നില്ല, ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരിയുടെ ഏതാനും ഫ്രണ്ട്സ് ഒഴികെ അവരോടൊന്നിച്ച് ഞങ്ങൾ ചേർച്ചിൽ പോകാർ പതിവായിരുന്നു. ഐ വാസ് വെരി ബോണ്ട് ആൻഡ് ലോൺലി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ട് വളരെയധികം ബോറടിക്കുന്നൊരു ലൈഫായിരുന്നു ജോഹാനസ്ബർഗിലേത്. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം. ഹോളിഡേ അല്ലാത്ത പ്രവൃത്തി ദിവസങ്ങൾ, വീക്ക് ഡേയ്സ്, അന്നൊക്കെ എൻ്റെ സഹോദരി എന്നെ ആ റൂമിൽ അടച്ചിടാറായിരുന്നു പതിവ്. സോ ദാറ്റ് ദ മാഡം വുഡ്ന്റ് സീ മീ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം വീട്ടിൻ്റെ ഉടമസ്ഥയായ മാഡം ഒരു വൈറ്റ് വുമണാണ്, വെള്ളക്കാരിയായ സ്ത്രീ. അവരെന്നെ കാണരുത്, അതിനു വേണ്ടിയിട്ടാണ് എന്നെ റൂമിൽ പൂട്ടിയിടുന്നത്. ഷീ വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദി ടൈം. ആ മാഡമാണെങ്കിലോ മിക്ക സമയത്തും വീട്ടിലും പറമ്പിലുമൊക്കെ ഉണ്ടാകും. പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ്, ഓർ ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. തൻ്റെ മേക്കപ്പ്, നെയിൽ പോളിഷ് ഒക്കെ ചെയ്തുകൊണ്ടോ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊത്ത് ചായ കുടിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിനരികെ വെയിലേറ്റ് കിടന്ന്, ഇങ്ങനെയൊക്കെ അവർ എപ്പോഴും പരിസരത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം. ഞാൻ താമസിച്ചിരുന്ന ആ മുറിയോട് ചേർന്ന് തന്നെയായിരുന്നു സ്വിമ്മിംഗ് പൂളും. വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വയറ്റ്. അതുകൊണ്ടാണ് എനിക്ക് നിശബ്ദത പാലിക്കേണ്ടി വന്നത്. എനിക്ക് സംസാരിക്കാനോ മറ്റു ശബ്ദങ്ങളുണ്ടാക്കാനോ കഴിയുമായിരുന്നില്ല. ആ മാഡം ഞാനവിടെ താമസിക്കുന്നത് അറിയും. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദർ. എന്നെ അവിടെ ആ മുറിയിൽ പൂട്ടിയിടുന്നതിൽ സഹോദരിക്ക് വിഷമമുണ്ടായിരുന്നു. ബട്ട് ഷീ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്. പക്ഷെ അതല്ലാതെ മറ്റൊരു മാർഗം അവർക്കുണ്ടായിരുന്നില്ല. ഐ കുഡൻറ്റ് ഈവൻ പ്ലേ ദ റേഡിയോ. എനിക്ക് സമയം പോകാൻ റേഡിയോ പോലും പ്ലേ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സോ ഷീ ബ്രോട്ട് മീ സം ബുക്സ്. അതുകൊണ്ട് അവർ എനിക്ക് ചില പുസ്തകങ്ങളൊക്കെ എത്തിച്ച് തരുമായിരുന്നു. ഓൾഡ് മാഗസീൻസ്, പഴയ മാഗസീനുകൾ, ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ വൈറ്റ് പീപ്പിൾ. ആ വീട്ടിലെ വെള്ളക്കാരായ ആളുകൾ ഉപയോഗിച്ച് വായിച്ച് കളഞ്ഞ മാഗസീൻസ്, ന്യൂസ് പേപ്പർ, ഇതൊക്കെ എനിക്ക് എത്തിക്കുമായിരുന്നു. ഐ ജസ്റ്റ് റെഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ്. എനിക്ക് ലഭിച്ച, ഞാൻ കണ്ടെത്തിയ ഓരോ മാഗസീനും പേപ്പറും ഞാൻ വായിച്ചു തീർക്കുമായിരുന്നു. കെയിം അക്രോസ് ഒരു ഫ്രേസൽ വേർബാണ്. ഫൗണ്ട് ബൈ ചാൻസ് ഓർ മെറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടുമുട്ടി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വേർബ്. എന്തായാലും ഇവിടെ എനിക്ക് ലഭിച്ച, അപ്രതീക്ഷിതമായി ലഭിച്ച ഓരോ മാഗസീനും ന്യൂസ് പേപ്പറും ഞാൻ വായിക്കാർ പതിവായി. ഫെയർ ലേഡി, വുമൻസ് വീക്ക്ലി, എനിത്തിങ്, ഇത്തരം മാഗസീൻസൊക്കെ എന്തും. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. എൻ്റെ സഹോദരി കരുതിയത് ഞാനൊക്കെ വായിക്കുകയാണ്, ഒരുപാട് വായനാശീലം വർദ്ധിച്ചു, വായിക്കാൻ താല്പര്യം വർദ്ധിച്ചു എന്നൊക്കെയാണ് അവർ കരുതിയത്. So I got a temporary job in a clothing factory in town which made clothes for ladies' boutiques. സ്ത്രീകളുടെ ബ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ സ്മോൾ ഷോപ്പ് ദാറ്റ് സെൽസ് ഫാഷനബിൾ തിങ്സ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ഷോപ്പ്. അത്തരം ഷോപ്പുകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ക്ലോത്തിങ് ഫാക്ടറി, വസ്ത്ര നിർമ്മാണ ഫാക്ടറിയിൽ എനിക്കൊരു ടെമ്പററി ജോബ്, താൽക്കാലിക ജോലി വളരെ താമസിയാതെ തന്നെ ലഭിച്ചു. ഐ ലുക്ക്ഡ് ഫോർവേഡ് ടു മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ജോലി ലഭിച്ചപ്പോൾ എനിക്ക് പുതിയ ആളുകളെ കണ്ടെത്തുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു. പുതിയ ആളുകളെയും കൂട്ടുകാരെയും ഒക്കെ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള മറ്റൊരു ഫ്രേസൽ വേർബ്. ഈ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ ഏതാണോ വേർബ് അതിൻ്റെ ING ഫോമാണ് സാധാരണമായി ഉപയോഗിക്കുന്നത്. എക്സ്പെക്റ്റ്, ഹോപ്പ് ഫോർ എന്നൊക്കെ അർത്ഥം, പ്രതീക്ഷ. മാത്രമല്ല, ലൈക്ക് ദി ഐഡിയ ഓഫ് ബീങ് ഔട്ട് ഓഫ് ദാറ്റ് റൂം ഫോർ എ ചേഞ്ച്. അടക്കപ്പെട്ട ആ മുറിയിൽ നിന്നും ഒരു മാറ്റം, അതിന് പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, പുതിയ ആളുകൾ കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു ആ ജോലി ലഭിച്ചപ്പോൾ. ദ ഫാക്ടറി നോക്ക്ഡ് ഓഫ് അറ്റ് 4:30. 4:30 മണിക്ക് ഫാക്ടറിയിൽ ജോലിയെല്ലാം കഴിയും. നോക്ക്ഡ് ഓഫ്, എൻഡഡ് വർക്ക്.
അവിടുത്തെ പകൽ ജോലി 4:30 കൂടെ തീരും. ആൻഡ് ദെൻ ഐ വെൻ ടു എ പാർക്ക് നിയർ വേർ മൈ സിസ്റ്റർ വർക്ക്ഡ്. സഹോദരി ജോലി ചെയ്യുന്ന ആ വീടിൻ്റെ പരിസരത്തുള്ള ഒരു പാർക്കിലേക്കാണ് പിന്നെ ഞാൻ ജോലി കഴിഞ്ഞാൽ പോവുക. ഐ വെയിറ്റഡ് ദർ ടിൽ 6:30. 6:30 വരെ ഞാൻ അവിടെ കാത്തു നിൽക്കും. വെൻ ഐ കുഡ് സ്നീക്ക് ഇൻ ടു ദ ഹൗസ് അഗൈൻ. എന്നിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് പതുങ്ങി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങോട്ടെത്താൻ വേണ്ടി ഇരുട്ട് വീഴുന്ന 6:30 മണി വരെ ഞാൻ ആ പാർക്കിൽ ചെലവഴിക്കും. സ്നീക്ക് എന്ന് പറഞ്ഞാൽ മൂവ് സീക്രറ്റ്ലി, രഹസ്യമായിട്ട് പമ്മി പോവുക. വിതൗട്ട് ദ വൈറ്റ് പീപ്പിൾ സീയിങ് മീ. അങ്ങനെ പോയാലേ വെള്ളക്കാരെന്നെ കാണാതിരിക്കുകയുള്ളൂ. അതിനുവേണ്ടി 4:30 ജോലി കഴിഞ്ഞാലും 6:30 മണി വരെ ഞാൻ പാർക്കിൽ സമയം ചെലവഴിച്ച് പിന്നീട് ഇരുട്ടായതിനു ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ റൂമിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു എൻ്റെ പതിവ്. ഐ ഹാഡ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 ഇൻ ദ മോർണിംഗ്സ് ആസ് വെൽ. എന്നാൽ അതേപോലെ തന്നെ അതിരാവിലെ 5:30 മണിക്ക് മുമ്പ് എനിക്ക് റൂം വിട്ട് പുറത്തേക്കും വരേണ്ടി വരും. വെളിച്ചം വരുന്നതിന് മുമ്പ് റൂം വിട്ട് ജോലി സ്ഥലത്തേക്ക് ഇറങ്ങി പോരണം. ദാറ്റ് മെൻറ്റ് I had to find something to do with the time I had before I could catch the 7:30 bus to work. ജോലി സ്ഥലത്തേക്ക് ബസ്സുള്ളത് 7:30 മണിക്കാണ്. അതിനു മുമ്പുള്ള ആ സമയം എനിക്ക് എവിടെയെങ്കിലും ചെലവഴിക്കേണ്ടി വന്നിരുന്നു. 5:30 മണിക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി 7:30 വരെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് ചെലവഴിക്കണം. about 2 hours, ഏകദേശം 2 മണിക്കൂർ നേരം. I would go to a public toilet in the park. ഞാൻ സമയം ചെലവഴിക്കാൻ വേണ്ടി ആ പാർക്കിലേക്ക് തന്നെ പോകും. അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു ടോയ്ലറ്റിലേക്കാണ് ഞാൻ പോവുക. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്. എന്തോ കാരണത്താൽ ആ ടോയ്ലറ്റ് ഒരിക്കലും ലോക്ക് ചെയ്ത് പൂട്ടിയിടാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്തിരുന്ന് സമയം ചെലവഴിക്കാം. സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്, റീഡ് സം മാഗസീൻ ഓർ അതർ. ഏതെങ്കിലും പുസ്തകങ്ങളോ മാഗസീനോ ഒക്കെ ആ ടോയ്ലറ്റിൽ കയറിയിട്ട് അതിൽ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാൻ വായിച്ച് എനിക്ക് അതുവഴി സമയം ചെലവഴിക്കാൻ കഴിയുമായിരുന്നു. അണ്ടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ് വരാനുള്ള സമയം ആകുന്നത് വരെ. ദ ഫസ്റ്റ് ടൈം ഐ വെൻറ്റ് ടു ദിസ് ടോയ്ലറ്റ് ഐ വാസ് ഓൺ മൈ വേ ടു ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ആദ്യമായിട്ട് ഈ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴായിരുന്നു. യൂഷ്വലി ഐ വെൻറ്റ് സ്ട്രെയിറ്റ് ടു ദ ബസ് സ്റ്റോപ്പ് ഔട്ട്സൈഡ് ദി OK ബസാർ where it was well lit and I could see. അതിരാവിലെ 5:30 മണിക്ക് ഇരുട്ടാകും പുറത്തൊക്കെ. പക്ഷേ OK ബസാറിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ അപ്പോഴും വെളിച്ചമുണ്ടായിരിക്കും. എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി പരിസരം കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ OK ബസാറിന് പുറത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കിയാണ് പോകാറുണ്ടായിരുന്നത്. ഒരിക്കൽ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ടോയ്ലറ്റ് ശ്രദ്ധയിൽപ്പെടുന്നതും അവിടെ പ്രവേശിക്കുന്നതും. അതിനൊരു കാരണം കൂടിയുണ്ട്. ഐ വുഡ് വെയിറ്റ് ദ റീഡിങ്. ഞാൻ OK ബസാറിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും വായിച്ചു കൊണ്ടാണ് ഞാൻ അവിടെ ബസ് കാത്തു നിൽക്കുക. ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദെയർ വേ ടു ടൗൺ. അതല്ലെങ്കിൽ റോഡിലൂടെ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ, കാർ, ബസ് ഇവയുടെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നതും നോക്കി ഇങ്ങനെ കാഴ്ച കണ്ടു നിൽക്കും. ഒന്നുകിൽ വായിക്കും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കാഴ്ച കണ്ടു നിൽക്കും. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്. ഞാൻ ആദ്യമായി ആ ടോയ്ലറ്റിൽ പ്രവേശിച്ച ദിവസം അന്ന് അല്പം ശക്തമായി തന്നെ മഴയുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അണ്ടിൽ ദ റെയിൻ പാസ്ഡ്. മഴ തീരുന്നത് വരെ അഭയം തേടാൻ ആ ടോയ്ലറ്റാണ് നല്ലത് എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൽ ആദ്യമായി പ്രവേശിക്കുന്നത്. ഐ നോക്ക് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനി വൺ ഇൻസൈഡ്. ആരെങ്കിലും അകത്തുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ഡോറിൽ മുട്ടിക്കൊണ്ട് നോക്കിയത്. നോക്ക് ഫസ്റ്റ് ടു സീ, നോക്ക്ഡ് അറ്റ് ദ ഡോർ. ആസ് ദർ വാസ് നോ റിപ്ലൈ, മറുപടിയൊന്നുമില്ലാതായപ്പോൾ ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻറ്റ് ഇൻ. ഞാൻ അതിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ചുവരുകളൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ദ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീടുള്ള ഒരുപാട് മോർണിംഗുകളിൽ എൻ്റെ ഇരിപ്പിടമായി ആ ടോയ്ലറ്റിൻ്റെ ലിറ്റ്, അതിൻ്റെ അടപ്പ്, ആ ടോയ്ലറ്റ് സീറ്റിൻ്റെ അടപ്പ് പിന്നീട് അങ്ങോട്ടുള്ള കുറേ ദിവസങ്ങളിൽ അതിരാവിലെയുള്ള എൻ്റെ ഒരു ഇരിപ്പിടമായി മാറുകയായിരുന്നു. I was very lucky to have found that toilet.
because the winter was very cold. കാലാവസ്ഥ മാറി, വിൻ്റർ സീസൺ വന്നു, അതും വെരി കോൾഡ്, തണുപ്പ് കൂടാൻ തുടങ്ങിയപ്പോൾ അത്തരം ഒരു അഭയകേന്ദ്രം കണ്ടെത്തിയത്, ആ ടോയ്ലറ്റ് കണ്ടെത്തിയത് എൻ്റെ ഭാഗ്യമായി എനിക്ക് തോന്നി. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാമർ ഇൻ ദർ, അതിനകത്ത് ചൂടൊന്നും ഉണ്ടായിട്ടല്ല. ബട്ട് എന്നിരുന്നാലും once I had closed the door, it used to be a little less windy. അതിനകത്ത് കയറി വാതിലടച്ചാൽ തണുത്ത് കാറ്റടിക്കുമായിരുന്നില്ല. അതിനകം നോട്ട് വിൻഡി, കാറ്റുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അഭയകേന്ദ്രം കൂടിയായി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടോയ്ലറ്റ് മാറി. അത് കണ്ടെത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യവുമായി എനിക്ക് തോന്നി. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. ആ ടോയ്ലറ്റ് വളരെ ചെറുതായിരുന്നു. ദ വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. അതിനകത്ത് കയറി വാതിലടച്ചാൽ അതിൻ്റെ ചുമരുകൾ എന്നോട് ചേർന്ന് നിൽക്കുന്നത് പോലെ, അത്ഭുതകരമാം വിധം എന്നോട് ചേർന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നും. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. എന്നെ മാത്രം ഉൾക്കൊള്ളാൻ പാകത്തിന് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു അതിൻ്റെ നിർമ്മാണം. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. അത്തരത്തിലുള്ള പ്രൈവസി, സ്വകാര്യത എനിക്കിഷ്ടവുമായിരുന്നു. I did a lot of thinking while I sat on the toilet seat. ടോയ്ലറ്റ് സീറ്റിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. I did a lot of day dreaming too. ഒരുപാട് ദിവാസ്വപ്നങ്ങൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കണ്ടു. Many times imagining myself in some big hall doing a really popular play with other young actors. ചിലപ്പോഴൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ഭാവനയിൽ കാണും, ഞാൻ ഏതോ വലിയ ഒരു ഹാളിൽ ഒരു നാടകം കളിക്കുകയാണ് മറ്റ് യുവ നടന്മാരോടൊപ്പം എന്നൊക്കെ ഞാനിങ്ങനെ ഭാവനയിൽ കാണും. ഐ വുഡ് സിറ്റ് ദ ഡ്രീമിങ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് സ്വപ്നം കാണാർ പതിവായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ്. അങ്ങനെ ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങി, വൈ ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. എന്താ ഞാൻ എഴുത്ത് നിർത്തിയത്? എന്താ ഒന്നും എഴുതാതിരുന്നത് എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങി. At least at school I had written some poems and stories in the school magazines or other magazines. സ്കൂളിലായിരിക്കുമ്പോൾ ഞാൻ സ്കൂളിലെ മാഗസീനുകളിലോ അതല്ലെങ്കിൽ സ്കൂളിന് പുറത്തുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങൾ മാഗസീനുകളിലേക്കൊക്കെ ഞാൻ ചില കവിതകളും കഥകളുമൊക്കെ എഴുതാറ് പതിവായിരുന്നു. ആൻഡ് ഓൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. അതുപോലെ തന്നെ സ്കൂളിലെ മത്സരങ്ങൾക്കൊക്കെ ഞാൻ കഥകളൊക്കെ സ്കൂളിന് പഠിക്കുന്ന കാലത്ത് എഴുതുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തി. എന്തുകൊണ്ട് പിന്നീട് എഴുതിയില്ല എന്ന് ഒരു സ്വയം വിമർശനം ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചു. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾവേസ് സോ എൻകറേജിങ്. സ്കൂളിൽ എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ വളരെ എൻകറേജിങ് ആയിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോയം. ഞാൻ ആദ്യമായിട്ടൊരു കവിത രചിച്ച് അദ്ദേഹത്തെ കാണിച്ച ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ്. ഐ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. അന്നത്തെ ആ ദിവസം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരിക്കും അധ്യാപകൻ മറുപടി പറയുക എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നു. അക്കാരണത്താൽ അന്നത്തെ ദിവസം മുഴുവനും ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. മനസ്സ് നിറയെ എൻ്റെ പോയം, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതൊക്കെ ഈ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ ഓർക്കും. ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് പബ്ലിഷിംഗ് ദെൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കവിതകളും കഥകളും എഴുതുമെന്നല്ലാതെ അവ പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയുമായിരുന്നില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് മൈസെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വർ ഗുഡ് ഇനഫ്. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അത്രയും നല്ലതാണോ എൻ്റെ എഴുത്തുകൾ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാവ് എ ടൈം. എനിക്ക് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അതിലുള്ളൊരു എൻജോയ്മെൻറ്റ് മാത്രമായിരുന്നു അക്കാലത്ത്. ആ എഴുത്തിൽ ഞാൻ ആഹ്ലാദം കണ്ടെത്തും, അത്രമാത്രം. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ, ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അങ്ങനെ ഇപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ ഒരു ബെസ്റ്റ് കസ്റ്റമറായി ഞാൻ മാറിയതിന് ശേഷമുള്ള ഒരു വെള്ളിയാഴ്ച ഞാനൊരു പുസ്തകം വാങ്ങി, ഒരു നോട്ട് ബുക്ക് വാങ്ങി കയ്യിൽ വെച്ചു. അതിലെന്തെങ്കിലുമൊക്കെ എഴുതാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ നോട്ട് ബുക്ക് ഞാൻ വാങ്ങിയത്. എന്നാൽ ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ അൺടിൽ വൺ ഈവനിങ്. എന്നാൽ
കുറേ ദിവസത്തേക്ക് വീണ്ടും ഞാനതൊന്നും ഉപയോഗിച്ചില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരമായി. അന്നാണ് ഞാൻ അതിലെന്തോന്ന് എഴുതാൻ തുടങ്ങിയത്. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ്. എൻ്റെ സഹോദരി അവർക്ക് തേഴ്സ്ഡേ ആഫ്റ്റർനൂണിൽ ഒരു ഹാഫ് ഹോളിഡേ ഉണ്ട്, ഓഫ്. അന്നത്തെ ഒഴിവ് ദിവസം പതിവ് പോലെ സിസ്റ്റർ എങ്ങോട്ടോ പോയി. ആൻഡ് ഷീ ഹാഡ് ബിൻ ഡിലേഡ് സംവർ. എവിടെയോ ആരെയോ കാണാനോ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയി. തിരിച്ചു വരാൻ വൈകി. ഡിലേഡ്, വൈകിപ്പോയി. ഐ കെയിം ബാക്ക് ഫ്രം മൈ വർക്ക്. ഞാൻ എൻ്റെ 4:30-ക്കുള്ള ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ നൈറ്റ് ടൈം, ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ടു ദ യാർഡ്. ആ വീടിൻ്റെ മുറ്റത്തേക്ക് പോകാനുള്ള സമയം 6:30 വരെ, ഇരുട്ട് വരയ്ക്കുന്നത് വരെ ഞാൻ പതിവ് പോലെ പാർക്കിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. അവിടെ കാത്തിരുന്നു. The white people always had their supper at 6:30, and that was the time I used to steal my way in. ആ വീട്ടിലെ വെള്ളക്കാരായ വീട്ടുടമസ്ഥനും കുടുംബവും അവരെല്ലാം തന്നെ അവരുടെ സപ്പർ 6:30 മണിയോടുകൂടി കഴിക്കും. അതുതന്നെയായിരുന്നു the right time or the time I used to steal my way in. ഞാൻ ആ വീട്ടിനകത്തേക്ക് പതുങ്ങി ഒരു കള്ളനെപ്പോലെ കടന്നു വരുന്ന എൻ്റെ സമയവും അതുതന്നെയായിരുന്നു. സ്റ്റീൽ മൈ വേ ഇൻ മീൻസ് ടു ഗോ ഇൻസൈഡ് സീക്രറ്റ്ലി. അകത്തേക്ക് സീക്രട്ടായിട്ട് രഹസ്യമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കടന്നു പോകുന്നതിനാണ് അങ്ങനെ ഒരു പ്രയോഗം. വിതൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ. ആരെയും ശല്യപ്പെടുത്താതെയും ആരാലും കാണപ്പെടാതെയും അങ്ങനെ ഞാനും അതിലേക്ക് കടന്നുപോയി. My comings and goings had to be secret because they still didn't know I stayed there. എൻ്റെ വരവും പോക്കുമെല്ലാം സീക്രട്ട് ആകണം, കാരണം ഞാൻ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളത് ആ മാഡത്തിനും മറ്റു കുടുംബാംഗങ്ങൾക്കും അറിയില്ല. ആരുടെയും അറിവിൽപ്പെടാതെ കണ്ണിൽപ്പെടാതെയാണ് എൻ്റെ അവിടെയുള്ള താമസം. I realized that she hadn't come back and decided to sit down in front of her room. എൻ്റെ സഹോദരി മുറിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി, ബോധ്യമായി. അവളുടെ മുറിയുടെ മുമ്പിൽ പുറത്ത് അല്പനേരം കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. Where I thought I wouldn't be noticed. അവിടെ ഇരുന്നാൽ എന്നെ ആരും കാണില്ല എന്നാണ് ഞാൻ കരുതിയത്. I was reading a copy of Drum magazine hoping that she would come back soon before the dogs sniffed me out. ആ കോമ്പൗണ്ടിലെ വാച്ച് ഡോഗ്സ്, കാവൽക്കാരായ ഡോഗ്സ് ഉണ്ടായിരുന്നു. അവ എൻ്റെ മണം പിടിക്കും മുമ്പ് അല്പനേരം അവിടെ ഇരുന്ന് ഞാൻ ഡ്രം മാഗസിൻ്റെ ഒരു കോപ്പി വായിക്കാൻ തുടങ്ങി. I was trying hard to concentrate on my reading. ഞാൻ എൻ്റെ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെയധികം പണിപ്പെടുകയായിരുന്നു. എന്നെ അവിടെ ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു ചെറിയ ഉൾഭയമുണ്ട്. സഹോദരി വരുന്നതും കാത്ത് ഏതായാലും വായനയിൽ മുഴുകിയിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ when I heard two dogs playing, chasing each other nearer and nearer to where I was sitting. അപ്പോഴാണ് 2 ഡോഗ്സ് പരസ്പരം ഫോളോ ചെയ്തുകൊണ്ട്, ചേസ് ചെയ്തുകൊണ്ട്, ഒരാൾ മറ്റൊരാളെ പിടിക്കാനെന്ന പോലെ പിന്നാലെ ഓടിക്കൊണ്ട് കളിക്കുന്ന അവരുടെ ശബ്ദം, ആ ഓടിക്കളിക്കുന്നതിൻ്റെ ശബ്ദം ഞാനിരിക്കുന്ന അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് ദെൻ they were in front of me. അതാ അവരിപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലെത്തിയിരിക്കുന്നു. ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. എന്നെപ്പോലെ തന്നെ അവയും അത്ഭുതപ്പെട്ടുകൊണ്ടാണ് നോക്കുന്നത്. ഒരു പുതിയ ആളെ, ഒരു അപരിചിതനെ ഈ റൂമിനകത്ത് അവരുടെ കോമ്പൗണ്ടിൽ കണ്ടപ്പോൾ എൻ്റെ നേരെ വളരെ സർപ്രൈസ്ഡാണ് ആ ഡോഗ്സ് നോക്കിയത്. ഞാനും ഭയപ്പെട്ടുകൊണ്ട് അത്ഭുതത്തോടു കൂടെ തന്നെയാണ് അവയെയും നോക്കിയത്. ഫോർ എ ബ്രീഫ് മൊമെൻറ്റ് വി സ്റ്റെയർഡ് അറ്റ് ഈച്ച് അതർ. ഒരല്പനേരത്തേക്ക് ഞങ്ങൾ പരസ്പരം തുറിച്ചു നോക്കി. സ്റ്റെയർഡ്, ലുക്ക്ഡ് ഫേംലി, ശക്തമായി തന്നെ നോക്കി. ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാക്ക് അറ്റ് മീ. പിന്നെ അവറ്റ് എൻ്റെ നേരെ കുരയ്ക്കാൻ തുടങ്ങി. ഐ വാസ് ഷുവർ ദേ വുഡ് ടിയർ മീ ടു പീസസ് ഇഫ് ഐ മൂവ് ജസ്റ്റ് വൺ ഫിംഗർ. എനിക്കുറപ്പായിരുന്നു ഞാനൊരു ചെറു വിരൽ അനക്കിയാൽ പോലും അവ എന്നെ കടിച്ചു കീറുമെന്ന്. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്റ്റില്ലായി, ക്വയറ്റായിട്ട്, ശാന്തമായിട്ട്, അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. ട്രൈങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. അവയെ നോക്കാൻ ശ്രമിക്കാതെ. വൈൽ മൈ ഹാർട്ട് പൗണ്ടഡ് ആൻഡ് മൈ മൗത്ത് വെൻ ഡ്രൈ ആസ് പേപ്പർ.
എന്നാൽ അപ്പോഴേക്ക് എൻ്റെ ഹൃദയം വല്ലാതെ പേടിച്ച് ഇടിക്കുന്നുണ്ടായിരുന്നു. പൗണ്ടഡ് ബീറ്റ് ഓർ സ്ട്രോങ്. എൻ്റെ ഹൃദയം വല്ലാതെ പേടിച്ച് മിടിപ്പ് കൂടി. എൻ്റെ വായി ഒരു പേപ്പർ പോലെ വരണ്ടുണങ്ങി. Then the madam's high-pitched voice rang out above the dog's barking. എന്നാൽ ഈ നായ്ക്കളുടെ കുരയ്ക്കും അപ്പുറം ആ മാഡത്തിൻ്റെ ഉയർന്ന ശബ്ദത്തിലുള്ള നീണ്ട വിളി കേൾക്കാറായി. ഐറീൻ, that's my sister's English name, which we never use. ആ മാഡം എൻ്റെ സഹോദരിയെ ഉറക്കെ വിളിച്ചതാണ് ഐറീൻ എന്ന്. അത് എൻ്റെ സഹോദരിയുടെ ഇംഗ്ലീഷ് പേരായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിളിക്കാറില്ല. I couldn't move or answer the call. എനിക്ക് അവിടെ നിന്ന് അനങ്ങാനോ ആ വിളിക്ക് ഉത്തരം നൽകാനോ കഴിയുമായിരുന്നില്ല. The dogs were standing right in front of me. ആ നായ്ക്കൾ ഇപ്പോഴും എൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പാണ്. Their teeth so threateningly long. അവയുടെ പല്ലുകളാണെങ്കിൽ ഭയപ്പെടുത്തുന്ന വിധം നീണ്ട കൂർത്ത പല്ലുകളുമാണ്. When there was no reply, ആരുടെയും മറുപടി കേൾക്കാതെ ആയപ്പോൾ she came to see what was going on. എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി മാഡം തന്നെ നേരെ അങ്ങോട്ട് വന്നു. എന്നെ കണ്ടുകൊണ്ട്, ഓ ഇറ്റ് ഈസ് യു, ഹലോ, ആ നീയാണോ, ഹലോ. Then the dog stopped barking. എന്നോട് സംസാരം തുടങ്ങിയപ്പോൾ ഡോഗ്സ് അവയുടെ കുര നിർത്തി. But they hadn't moved. പക്ഷേ അവ എൻ്റെ മുമ്പിൽ നിന്ന് പോയില്ല. They were still growling at me. അവ ഇപ്പോഴും എന്നെ നോക്കി ഗ്രോളിങ്, മുരളുന്ന ഒരു മുരണ്ട ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. ഞാൻ ആ മാഡത്തോട് പറഞ്ഞു, പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. എനിക്ക് പേടിയാവുന്നു, ഇവ എന്നെ കടിക്കും. ഐ പ്ലീഡഡ്, ഐ റിക്വസ്റ്റഡ്. ഞാൻ ഒരു അപേക്ഷ പോലെയാണ് പറഞ്ഞത്. നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അവയിൽ നിന്നും എൻ്റെ കണ്ണുകൾ മാറ്റാതെ അവയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഒരു അപേക്ഷാ സ്വരത്തിൽ ആ മാഡത്തോട് പറഞ്ഞത്. നോ, ദേ വോണ്ട് ബൈറ്റ് യു. ഇല്ല, അവൻ എന്നെ കടിക്കില്ല, ആ സ്ത്രീ എന്നോട് പറഞ്ഞു. വെൻ ഡിഡ് യു കം ഇൻ? നീ എപ്പോഴാണ് ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നത്? വി ഡിഡിൻ സീ യു. നീ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളാരും കണ്ടില്ലല്ലോ, മാഡം പറഞ്ഞു. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചു നേരമായി എത്തിയിട്ട്. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. എൻ്റെ സഹോദരി ഇവിടെ ഇല്ല. ഐ ആം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. അവളെ കണ്ട് സംസാരിക്കാനാണ് ഞാനിവിടെ കാത്തു നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഹോ, ഷീ ഈസ് നോട്ട് ഹിയർ. ആ, സഹോദരി ഇവിടെ ഇല്ലേ? ഓക്കെ, ഐ ക്യാൻ ഗിവ് ഹർ എ മെസ്സേജ്. ഞാൻ അവൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം. യു ഗോ ഓൺ ഹോം. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. നീ വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ. ഞാൻ അവൾ വരുമ്പോൾ പറഞ്ഞോളാം, നിനക്ക് സഹോദരി ഇവിടെ വന്നിരുന്ന നിന്നെ കാണാൻ അവൾ ഇവിടെ വന്നിരുന്നു എന്നുള്ള മെസ്സേജ് ഞാൻ അവൾക്ക് അറിയിച്ചോളാം എന്നും ആ മാഡം പറഞ്ഞ് എന്നോട് പോകാൻ എന്ന രൂപത്തിൽ അവർ പറഞ്ഞു. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രെയിറ്റ് അവേ. എല്ലാ പുലർച്ചെയും അതിരാവിലെ നേരത്തെ എനിക്ക് എഴുന്നേൽക്കണം. റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വേർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. എന്നിട്ട് എൻ്റെ സഹോദരി കിടന്നിറങ്ങുന്ന ബെഡിന് താഴേക്ക് എൻ്റെ എല്ലാ ബെഡിങ് എന്ന് പറഞ്ഞാൽ ബെഡല്ല, തറയിൽ വിരിക്കുന്ന, ബെഡിൽ വിരിക്കുന്ന വിരിപ്പുകൾ, പുതപ്പുകൾ, ഇങ്ങനെയുള്ള ക്ലോത്തിങ് ഐറ്റംസ് ഇതെല്ലാം തന്നെ മടക്കി, എൻ്റെ ബെഡ് അതാണ്, ഈ വിരിപ്പുകൾ അതെല്ലാം മടക്കി ഒതുക്കി എൻ്റെ സഹോദരി കിടക്കുന്ന കട്ടിലിന് അല്ലെങ്കിൽ ബെഡിന് താഴേക്ക് ഒതുക്കി വെക്കണം. ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ് ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. അപ്പോഴും മുറിക്കകത്ത് ഇരുട്ടായിരിക്കും, എന്നാലും ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല. ഞാൻ ലൈറ്റ് തെളിയിക്കരുത്. I would light a candle and tiptoe my way out with a soap dish and a toothbrush. ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വളരെ സാവധാനം ടിപ്റ്റോ എന്ന് പറഞ്ഞാൽ വാക്ക് ക്വയറ്റ്ലി, ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഞാൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങണം. കയ്യിൽ സോപ്പ് പെട്ടിയും ടൂത്ത് ബ്രഷും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക. ഐ വുഡ് ഡു എവറിത്തിങ്. അങ്ങനെ പ്രഭാതകൃത്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് ആൻഡ് ബി ഓഫ് ദ പ്രിമൈസസ് ബൈ 5:30. 5:30 മണിയാകുമ്പോഴേക്കും ഞാൻ ആ കെട്ടിടം വിട്ട് പുറത്തേക്ക് ഇറങ്ങും. പ്രിമൈസസ് ബിൽഡിംഗ്. വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. ഞാൻ ഷൂസ് പോലും ധരിക്കില്ല, ശബ്ദമുണ്ടാകരുത് എന്ന് കരുതി. ഷൂസ് പോലും ബാഗിൽ വെച്ച് ടിപ്റ്റോ, ഒരു പൂച്ച നടക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കാതെയായിരിക്കും പമ്മി എൻ്റെ പുറത്തേക്കുള്ള പോക്ക്. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഗേറ്റും കടന്ന് കോമ്പൗണ്ടിന് പുറത്തെത്തിയതിന് ശേഷം സേഫായി എന്ന് തോന്നിയ ശേഷമായിരിക്കും ഞാൻ എൻ്റെ ഷൂസ് ധരിക്കുക. പുട്ട് ഓൺ മൈ ഷൂസ് ധരിക്കുക. പുട്ട് ഓൺ മീൻസ് വെയർ, ധരിക്കുക.
തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ took my mind away from the biting cold of the night. ആ രാത്രി സഹോദരിയെ കാത്ത് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ രാത്രിയിലെ തണുപ്പൊക്കെ ഞാൻ അറിയാതെ പോയി, അതിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് പോയി. ആൻഡ് മൈ വെറ്റ് നോസ്, ആ തണുപ്പിൽ, ആ മഞ്ഞിൽ എൻ്റെ മൂക്ക് പോലും നനഞ്ഞിരുന്നു. അതൊന്നും എനിക്കപ്പോൾ ഓർമ്മയില്ല. ആൻഡ് ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവാർഡ്സ് മീ. അങ്ങനെ അവസാനം എൻ്റെ സഹോദരി എൻ്റെ നേരെ നടന്നു വരുന്നതും വരെ ഞാൻ ചിന്തയിൽ മുഴുകിയിരുന്നു. തണുപ്പിനെക്കുറിച്ചോ നനവിനെക്കുറിച്ചോ ഒന്നും അപ്പോൾ മനസ്സിൽ ഓർമ്മയില്ല. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? എന്താ നീ ഇവിടെ പുറത്ത് ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നത്? മോളോ എന്നുള്ളത് എന്നെ വിളിക്കുന്ന ഒരു പെറ്റ് നെയിം ആയിരിക്കാം, മിലാവ് എന്നതിൻ്റെ. ഷീ ഗ്രീറ്റഡ് മീ. എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് എൻ്റെ സഹോദരി എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താ പുറത്ത് നിൽക്കുന്നത്? ഐ ക്വിക്ലി ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വിശദീകരിച്ചു കൊടുത്തു. ബ്രീഫ്ഡ് എന്ന് പറഞ്ഞാൽ സമ്മറൈസ്ഡ്, കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുത്തു. ഓ, വാട്ട് വർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? നീ എന്തിനാണ് അകത്തേക്ക് കയറിപ്പോയത്? യു നോ യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗദർ. നിനക്കറിയാമല്ലോ ഞാനിവിടെ ഇല്ല, ഞാൻ വരുന്നത് വരെ കാത്തിരിക്കണം, അങ്ങനെ നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്ന് നിനക്കറിയുന്നതല്ലേ? ദെൻ ഐ കുഡ് സേ യു വർ വിസിറ്റിംഗ് ഓർ സംതിങ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കയറി പോകുമ്പോൾ അവർ കാണുകയാണെങ്കിൽ നീ എന്നെ കാണാൻ വന്നതാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എനിക്ക് അവനോട് പറയാം. നൗ യു ടെൽ മീ, വാട്ട് ആം ഐ സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗൈൻ? നീ ഇവിടെ കയറി വന്നതും നിന്നോട് പോകാൻ പറഞ്ഞതുമൊക്കെ ആണല്ലോ. ഇപ്പോൾ നീ എന്നോട് കൂടെ വീണ്ടും അങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ അവരോട് എന്ത് പറയുമെന്നാണ് നീ കരുതുന്നത്? എന്നോട് എൻ്റെ സഹോദരി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവാർഡ്സ് ദ ഗേറ്റ്. ഇങ്ങനെയൊക്കെ ചോദിച്ച് ദേഷ്യത്തോടു കൂടി തന്നെ കോമ്പൗണ്ട് ഗേറ്റിന് അരികേക്ക് എൻ്റെ സഹോദരി നടന്നു. മീ ഹെസിറ്റൻ്റ്ലി ഫോളോയിങ് ഹിയർ. അല്പം ഭയത്തോടു കൂടി, താല്പര്യമില്ലാതെ, മനസ്സോടുകൂടി ഞാനും പിന്നാലെ അങ്ങോട്ട് തന്നെ പോയി. ഐ മംബിൾഡ് മൈ അപ്പോളജീസ്. ഞാൻ എൻ്റെ ക്ഷമയൊക്കെ ഇങ്ങനെ പെറുപെറുക്കുന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്. ഞാൻ സഹോദരിയോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പെറുപെറുക്കുന്ന, മംബിൾഡ് ഇൻ ലോ വോയിസ്, അത്ര കേൾക്കാത്ത രൂപത്തിൽ പറഞ്ഞുകൊണ്ട്. ആൻഡ് ഫോളോഡ് ഹെർ ഇൻ. അകത്തേക്ക് അവരുടെ പിന്നാലെ തന്നെ പോയി. ബൈ സം മിറക്കിൾ നോ വൺ സീം ടു ഹാവ് നോട്ടീസ്ഡ് us. അത്ഭുതമെന്ന് പറയട്ടെ, ആരും ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടില്ല. ആൻഡ് വി ക്വിക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടേറ്റോസ്. അന്നത്തെ ഭക്ഷണമായിട്ട് കുറച്ച് ബോയിൽഡ് പൊട്ടേറ്റോസും അതുപോലെ തന്നെ കോൾഡ് ചിക്കൻ, തണുപ്പിച്ച ചിക്കനും എല്ലാം തന്നെ അതിൻ്റെ ഒരു സ്നാക്ക്. മഞ്ച്ഡ് മീൻസ് കഴിച്ചു, പെട്ടെന്ന് വളരെ വേഗം കഴിച്ചു. ആൻഡ് ഡ്രാങ്ക് അവർ ടീ. ചായയും കുടിച്ച് അന്നത്തെ ഭക്ഷണം അതിലൊതുക്കി. ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കിയതുപോലെ അല്പം മൗനത്തോടു കൂടിയാണ് ഭക്ഷണമൊക്കെ കഴിച്ചൊന്നും മിണ്ടാതെ, സംസാരിക്കാതെ ഞങ്ങളുടെ ഭക്ഷണം പൂർത്തീകരിച്ചു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. ഈ ഒരു അവസരത്തിൽ ഒരു ഡോഗിനെ പോലെ ഓരിയിടണം, വളരെ വലിയ ശബ്ദത്തിൽ കരയണമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഹൗൾ എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ ലോങ് മോൺഫുൾ ക്രൈ. ഒരു നീണ്ട ശബ്ദം, കുറുക്കനും നായയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ശബ്ദം വെക്കാൻ എനിക്ക് തോന്നിപ്പോയി. ഐ വിഷ് സംബഡി കുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനപ്പോൾ വല്ലാതെ മോഹിച്ചു പോയി. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. ആരെങ്കിലും ഒരാൾ വന്ന് ഞാൻ യൂസ്ലെസ് അല്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവർ അല്ല എന്നെന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ. എൻ്റെ സഹോദരി എന്നെ വെറുത്തില്ലായിരുന്നു എങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ മോഹിച്ചു. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ്. എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ന് കൊതിച്ചുപോയി. ഒരു ദിവസം താമസിക്കാൻ നിനക്കും നല്ലൊരു സ്ഥലമുണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലും, എനിത്തിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസവാക്ക് ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. വല്ലാത്തൊരു ലോൺലിനെസ്, ഒരു ഏകാന്തത, ആരുമില്ലാത്ത, ഒറ്റപ്പെട്ട, എല്ലാവരാലും ഒഴിച്ചു മാറ്റപ്പെട്ട
ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ. ഒരാശ്വാസം പറയാൻ ആരെങ്കിലും വന്നെങ്കിലെന്നൊക്കെ അപ്പോൾ മനസ്സിൽ ആഗ്രഹം തോന്നി എന്നർത്ഥം. The next morning I woke up long before the alarm went off. പിറ്റേന്ന് രാവിലെ എൻ്റെ അലാമൊക്കെ അടിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ ഞാൻ എഴുന്നേറ്റു. Some kind of pain within pushed me to do everything at double speed. എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു വിഷമം, ഒരു മാനസികമായ വേദന, കാര്യങ്ങളൊക്കെ ഇരട്ടി വേഗത്തിൽ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. And run to my toilet. എന്നിട്ട് എൻ്റെ ആ ടോയ്ലറ്റിലേക്ക് ഓടാനും എന്നെ പ്രേരിപ്പിച്ചു. I call it my toilet because that is exactly how I felt about it. ഞാൻ എൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം കൃത്യമായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നത്. അതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ ഒരു ടോയ്ലറ്റ് എന്ന രൂപത്തിലാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിരുന്നത്. I felt my spirits really lifting as I put on my shoes outside the gate. ഞാൻ എൻ്റെ റൂമും വിട്ട് ആ കോമ്പൗണ്ട് വിട്ട് ഗേറ്റ് കടന്ന് പുറത്തെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഷൂ ധരിക്കുമ്പോൾ എനിക്കെൻ്റെ സ്പിരിറ്റ്സ്, എൻ്റെ ഒരു ആവേശം, മാനസികമായ ആഹ്ലാദവും ആവേശവും വർദ്ധിച്ച പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. I made sure that my notebook was in my bag. എൻ്റെ ബാഗിൽ, ഞാൻ മുന്നേ വാങ്ങിവെച്ച നോട്ട്ബുക്ക് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. I was walking faster. ഞാൻ വളരെ വേഗം ആ ടോയ്ലറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. My feet were feeling lighter all the time. എനിക്കൊട്ടും പ്രയാസം തോന്നിയില്ല. എൻ്റെ കാലുകളൊക്കെ കൂടുതൽ ഭാരം കുറഞ്ഞ പോലെ, അതിവേഗം നടക്കാൻ എനിക്ക് കഴിയുന്ന പോലെ എനിക്ക് തോന്നി. Then I noticed that the door had been painted. ടോയ്ലറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അതിൻ്റെ വാതിൽ പുതുതായിട്ട് പെയിൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി. And that a new window pane had replaced the old broken one. മാത്രമല്ല, അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ പൊട്ടിയ ജനൽപ്പാളികളെല്ലാം മാറ്റിയിട്ടുണ്ട്. വിൻഡോ പെയിൻ, ജനൽപ്പാളി, വിൻഡോ ഗ്ലാസ് ഷീറ്റ്, അതൊക്കെ ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ടെന്നും എനിക്ക് കാണാനായി. I smiled to myself as I reached the door. ഞാൻ ടോയ്ലറ്റിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. Before long, I was sitting on that toilet seat. ഏറെ താമസിയാതെ തന്നെ ഞാൻ വേഗം അകത്ത് കയറി ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരിപ്പായി, റൈറ്റിംഗ് എ പോയം. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കവിത എഴുതാനും തുടങ്ങി. Many more mornings saw me sitting there writing. ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന രൂപത്തിൽ ഒരുപാട് പ്രഭാതങ്ങൾ കടന്നുപോയി. Sometimes it did not need to be a poem. ചിലപ്പോഴൊക്കെ അതൊരു കവിതയായിരിക്കണമെന്നില്ല. I wrote anything that came to my head. എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന് എന്തിനെക്കുറിച്ചും ഞാൻ എഴുതുമായിരുന്നു. In the same way I would have done if I had had a friend to talk to. എനിക്ക് സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ആ സുഹൃത്തിനോട് ഞാൻ എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ അതൊക്കെ ഇപ്പോൾ എഴുത്തിൻ്റെ രൂപത്തിൽ ഞാൻ എൻ്റെ നോട്ട്ബുക്കിലേക്ക് അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. I remember some days when I felt like I was hiding something from my sister. കുറേ ദിവസങ്ങൾ ഞാൻ എൻ്റെ സഹോദരിയിൽ നിന്നും എന്തോ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. ഞാൻ എൻ്റെ സഹോദരിയോട് ഈ എഴുത്തിനെക്കുറിച്ചോ ടോയ്ലറ്റിനെക്കുറിച്ചോ സംസാരിച്ചിരുന്നില്ല. She did not know about my toilet in the park. പാർക്കിലെ ടോയ്ലറ്റിനെക്കുറിച്ച് അവൾക്കറിയുമായിരുന്നില്ല. And she was not in the least interested in my notebook. എൻ്റെ എഴുത്തിനെക്കുറിച്ചും നോട്ട്ബുക്കിലെ രചനകളെക്കുറിച്ചൊന്നും സഹോദരിക്കൊട്ടും താല്പര്യവുമുണ്ടായിരുന്നില്ല. Then one morning I wanted to write a story about what had happened at work the day before. തലേ ദിവസം എൻ്റെ ജോലിസ്ഥലത്തുണ്ടായ ഒരു സംഭവത്തെ കഥാരൂപത്തിൽ എഴുതണമെന്ന് ഞാൻ ഒരു രാവിലെ ആഗ്രഹിച്ചു. ആ സംഭവം ഇതായിരുന്നു: The supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunch time. ലഞ്ച് ടൈമിൽ 2 ഡ്രസ്സുകൾ ചില ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് കണ്ടിട്ടും ഞാൻ സൂപ്പർവൈസറെ വിളിച്ച് വിവരമറിയിച്ചില്ല എന്ന പേരിൽ സൂപ്പർവൈസർ സ്ക്രീമിംഗ് എൻ്റെ നേരെ ആക്രോശിച്ചു വന്നതായിരുന്നു ആ സംഭവം. ഇറ്റ് ഓൾ കെയിം ബാക്ക് ടു മീ. ഇതെല്ലാം എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വന്നു. ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ. ഞാൻ ടോയ്ലറ്റ് ഡോറിൽ എത്തുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അതിനെക്കുറിച്ചൊരു കഥാരൂപത്തിൽ എഴുതണമെന്നോർത്ത് എൻ്റെ മനസ്സിൽ ഒരു പുഞ്ചിരി വന്നു. ബട്ട് ഇറ്റ് വുഡൻറ്റ് ഓപ്പൺ. എന്നാൽ എന്നത്തെയും പോലെ അന്ന് ആ ഡോർ തുറന്നില്ല. ഇറ്റ് വാസ് ലോക്ക്ഡ്.
ആദ്യമായി ആ ഡോർ ലോക്ക് ചെയ്യപ്പെട്ട പോലെ ഞാൻ കണ്ടു. I think for the first time I accepted that the toilet was not mine after all. ആദ്യമായി എനിക്കന്ന് തോന്നി ആ ടോയ്ലറ്റ് എൻ്റേത് മാത്രമല്ല എന്നുള്ളത്. ഞാൻ ആ യാഥാർത്ഥ്യം അന്ന് ആദ്യമായി അംഗീകരിച്ചു. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ. തൊട്ടടുത്ത് പാർക്കിലുണ്ടായിരുന്ന ഒരു ബെഞ്ചിലേക്ക് ഞാൻ സാവധാനം നടന്നു നീങ്ങി. വാച്ച് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അവിടെ ഇരുന്നു കൊണ്ട് പ്രഭാതത്തിലെ സൂര്യൻ ഉയർന്നു പൊങ്ങുന്നതിൻ്റെ ആ രംഗവും ഞാൻ നോക്കിയിരുന്ന് എൻ്റെ കഥയെഴുത്ത് ഞാൻ തുടങ്ങി. ഇത്രയുമാണ് ദ ടോയ്ലറ്റ് എന്ന സ്റ്റോറിയുടെ മലയാളം വിശദീകരണം. ഈ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ലെസൺ ശരിയാമിതം മനസ്സിലാക്കാൻ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ് ഫോർ എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓരോ വീഡിയോയും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.